ഞെട്ടിപ്പിക്കുന്ന വാർത്ത. തെന്നിന്ത്യൻ സിനിമയിലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നായിക മമത മോഹൻദാസ്. ഗുരുതരമായ രോഗത്തെ പുഞ്ചിരിയോടെ നേരിട്ട മമത എന്നും നമുക്കൊരു മാതൃകയാണ്. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ ആരോടും പറയാത്ത ചില തീരാ നോവുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ക്യാൻസർ എന്ന രോഗത്തോടായിരുന്നില്ല മമതയ്ക്ക് ഏറ്റവും വലിയ യുദ്ധം ചെയ്യേണ്ടി വന്നത്. മറിച്ച് രോഗം ഭേദമാക്കാൻ ദൈവത്തെപ്പോലെ കണ്ട ഡോക്ടർമാരുടെ ക്രൂരതയോടായിരുന്നു. ചികിത്സക്കിടെ തന്നെ നഗ്നയാക്കി നിർത്തി അപമാനിച്ച ആ നിമിഷങ്ങളെക്കുറിച്ച് മമത മനസ്സ് തുറക്കുകയാണ്. എന്തായിരുന്നു ആ രാത്രി ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ സംഭവിച്ചത്? മമതയുടെ കരിയർ കത്തി നിൽക്കുന്ന സമയം. കേവലം 24 വയസ്സിലാണ് ബിബി ക്യാൻസറിന്റെ രൂപത്തിൽ ആ ബ്രില്യൻ്റായ പെൺകുട്ടിയെ തേടിയെത്തുന്നത്. ഹോഡ്കിൻസ് ലിംഫോമ എന്ന രോഗം ശരീരത്തെ തളർത്തിയപ്പോഴും മനക്കരുത്ത് വിടാതെ തന്നെ മമത പൊരുതി നിന്നു. പക്ഷേ ചികിത്സയുടെ ഭാഗമായുള്ള ഓരോ പരിശോധനയും അവളെ ഒന്നൊന്നായി തകർക്കാൻ പോന്നതായിരുന്നു. ചെന്നൈയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് മുന്നോടിയായി നടന്ന ഒരു ശസ്ത്രക്രിയയാണ് മമതയുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവമായി മാറിയത്. ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച മമതയെ 3 യുവ ഡോക്ടർമാരും ഒരു നഴ്സും ചേർന്നാണ് പരിശോധിച്ചത്. തുടയിലെ ഒരു ഭാഗത്ത് ചെറിയൊരു ശസ്ത്രക്രിയ നടത്താനായിരുന്നു പ്ലാൻ. എന്നാൽ മമതയുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും മാറ്റാൻ അവർ ആവശ്യപ്പെട്ടു. രോഗി എന്ന നിലയിൽ മമത തെല്ലുന്ന അമ്പരന്നെങ്കിലും അവർ നിർബന്ധിച്ചു. മദ്യത്തിന്റെ ഗന്ധം വമിക്കുന്ന ആ ഡോക്ടർമാരുടെ നോട്ടവും പെരുമാറ്റവും ശരിയല്ല എന്ന് മമതയ്ക്ക് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. എന്നാൽ അനസ്തേഷ്യ നൽകിയതിനാൽ പ്രതികരിക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ ഒരു സെലിബ്രിറ്റി എന്ന പരിഗണന പോലും നൽകാതെ അവർ തന്നെ അപമാനിച്ചുവെന്ന് മമത വേദനയോടെ ഓർക്കുന്നു. താൻ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ല, മറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവളാണെന്ന് ആ നിമിഷങ്ങളിൽ മമത സ്വയം മന്ത്രിക്കുകയായിരുന്നു. ദൈവത്തെപ്പോലെ കണ്ട ഡോക്ടർമാരിൽ നിന്നും ഏറ്റ ഈ ആഘാതം ക്യാൻസറിനേക്കാൾ ഭീകരമായിരുന്നു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് മമത ചോദിച്ചുവെങ്കിലും അത് ശസ്ത്രക്രിയയുടെ ഭാഗമായിരുന്നു എന്ന നിസ്സാര മറുപടിയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിച്ചത്. ആ സംഭവത്തിന് ശേഷം മമതയ്ക്ക് ഈ ലോകത്തോടും ഇവിടത്തെ മനുഷ്യരോടും ഉണ്ടായിരുന്ന